ഇനി ആക്രമണമാണ്. വെറും ആക്രമണമല്ല, കടന്നാക്രമണം. പോലീസ് സ്റ്റേഷൻ കയ്യേറ്റവും തെറി അഭിഷേകവും. സ്ഥലം കൊട്ടാരക്കര. കയ്യേറ്റത്തിന് നേതൃത്വം നൽകുന്നത് RSS കൂട്ടായ്മ. പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് സംഘികൾ സംഘമായി എത്തുന്നു. 1-2 ജീപ്പ് അടിച്ച് തകർക്കുന്നു. 5-6 പോലീസുകാരെ അടിച്ച് നിലത്തിരുന്നു. ഇതൊക്കെ ചെറുതാണെന്നാണ് യുവാക്കൾ പറയുന്നത്. കാരണം കേന്ദ്ര ആഭ്യന്തരം കയ്യിലിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ കാഴ്ചവെക്കണ്ടേ? ആദ്യം ദൃക്സാക്ഷി വിവരണത്തിലേക്ക് കടക്കാം. ഇന്നലെ മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ ഈ അടുത്ത കാലത്തായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നിലയിൽ RSSും BJP ഗുണ്ടകളും കൊട്ടാരക്കരയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരിക്കുകയാണ്. പാതിരാത്രിയിൽ RSSൻ്റെ നേതാക്കന്മാർ നിയമവിരുദ്ധമായി ബൈക്ക് യാത്ര ചെയ്ത് ചോദ്യം ചെയ്തതിനാണ് പോലീസ് ഇത്തരമൊരു നടപടി അവർക്കെതിരെ സ്വീകരിച്ചതും അതിനെ തുടർന്നാണ് ഈ ഗുണ്ടകൾ ഇന്നലെ പാതിരാത്രിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതും. ശരി, ഇനി അക്രമികൾ വിളിച്ചു പറയുന്നത് കേൾക്കണം. മുഴുവൻ തെറി ആയതുകൊണ്ട് ഇടയ്ക്കിടെ ശബ്ദ തടസ്സം ഉണ്ടാകുന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങാം. കലാപരിപാടി ആരംഭിക്കാം. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹാസംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പൂതടാ, അടുപ്പൂതാനല്ലേ പറഞ്ഞത്? നീ ആര്? IG-യോ DIG-യോ കമ്മീഷണറോ SP-യോ? ഞാനൊരു പാവം മെക്കാനിക്കല്ലേ സാറേ. വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ തന്ന പോലീസ് ജീപ്പ് എടുത്ത് റോഡിൽ ഓടിക്കാൻ ഈ പാവം മെക്കാനിക്കിന് ആരനുവാദം തന്നു? ട്രയല് പോയതാ. നമ്മെ നയിക്കാൻ ധർമ്മഗുരുക്കന്മാരുണ്ട്. നാം അനാഥരൊന്നുമല്ല. ആർക്കും കയറി നിരങ്ങാൻ കഴിയുന്ന പുറമ്പോക്ക് ഭൂമിയൊന്നുമല്ല ഹിന്ദുക്കൾ. ഈ എമർജൻസി ലൈറ്റും സൈറനെ ഇട്ടുകൊണ്ടാണോ ട്രയൽ നോക്കുന്നത്? അടിയന്തര ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാല്ലേ സാറേ. ഇക്കണക്കിന് താൻ അപ്പിയിടാൻ പോയാലും എമർജൻസി ലൈറ്റും സൈറനും ഇട്ടുകൊണ്ട് പോകുമല്ലോടോ. അതും അടിയന്തര ഘട്ടമല്ലേ? ഈ നാടിൻ്റെ സ്വരവും സംഗീതവും ഒക്കെയായി മാറിയിരിക്കുന്ന ജീവിതം നാടിനു വേണ്ടി സമർപ്പിച്ചവരാണ്. ഈ നിലയിലെത്തിയത് ആരുടെയും സഹായം കൊണ്ടല്ല, ഗവൺമെന്റ് സഹായം കൊണ്ടല്ല, പണം കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല. ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ഹിന്ദു വളർന്നിരിക്കുന്നത്. അവരുടെ കഠിനാധ്വാനത്തിലൂടെയാണ്. ചോര നീരാക്കി പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഈ ഒരു സങ്കല്പം നെഞ്ചിലേറ്റി അതിനുവേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി വീരബലിദാനികളായി തീരേണ്ടി വന്നവർ. അങ്ങനെ എത്രയോ സംഭവങ്ങളിലൂടെ പിന്നിട്ടാണ്. നീ ആര്? പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറോ? ഡെയിലി ആത്തി അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ലോ, ആറ്റുകാൽ പൊങ്കാലൊക്കെ ഞാൻ പുറത്തെടുക്കൂ. നീ ചെയ്തത് കുറച്ച് ഓവറായി പോയെങ്കിലും നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ കേസ് എടുക്കുന്നില്ല. അഭിമാനകരമായ ഒരു മുഹൂർത്തം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. കാലം സമ്മാനിച്ച ഏറ്റവും വലിയ ചൈതന്യവത്തായ ഒരു വലിയ സംഭാവനയാണ്. പറയേണ്ടതല്ല ഒരേ കാര്യമാണ് ചെയ്യേണ്ടതും ഒരേ കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നും ഒക്കെ വിശ്വാസമുള്ളവരാണ്. കയ്യിലെന്തുണ്ട്? 10 പേരിലും കുറച്ച് ഗ്രീസ് ഉണ്ട് സാർ. ആക്കുന്നോടാ. എന്താടാ ഇത്? കുഴി ബോംബാണോ? അയ്യോ, അതെടുക്കരുത്. എന്തിനാടാ ഇത്? വണ്ടി ഒഴിഞ്ഞെടുക്കാനുള്ളതാ. എന്നാൽ ഉഴി. ഇവിടെ ഭഗവതി സേവ നടന്നു. ഇന്ന് രാവിലെ ഗണപതി ഹോമം നടന്നു. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും.
നിമിഷം പൊട്ടിച്ചത് മഹാഗണപതി ഹോമം. എനിക്കൊരുത്തരം പേടിയില്ല. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. നോക്കി നിൽക്കാതെ ഇങ്ങോട്ടിറങ്ങി തിരുമണോ. അതുപോലെ ലളിതാ സഹസ്ര മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുന്നു. ഹോമം നടത്തിക്കൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് ആ അഗ്നിയിലേക്ക് ഹവിസർപ്പിച്ചു. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളന്ന് ചാവണേ. കാലം സമ്മാനിച്ച ഏറ്റവും വലിയ ചൈതന്യവത്തായ ഒരു വലിയ സംഭാവനയാണ്. തെറിയുടെ പെരുമഴക്കാലവും അടിയുടെ പൊടിപൂരവും കഴിഞ്ഞു. പോലീസ് സ്റ്റേഷൻ കയറി വെല്ലുവിളി നടത്തുന്ന കെ സുധാകരനും എം വി ജയരാജനുമൊക്കെ പിന്മുറക്കാർ പിറന്നിരിക്കുന്നു. അതാണ് കൊട്ടാരക്കരയിലെ സംഘിക്കുട്ടികൾ. കയ്യാങ്കളി സഹിക്കാം, ഈ തെറിവിളി ഒന്ന് അവസാനിപ്പിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഇടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് ഉത്തരാധുനിക കവിത കേൾക്കാം. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം.